തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണപ്രക്രിയ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എളമക്കരയിലെ കുറച്ച് ഓട്ടോ ഡ്രൈവേഴ്സ് നമ്മോടൊപ്പം ചേരും. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഭരണം സംബന്ധിച്ചാണെങ്കിലും വളരെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ കൗൺസിലർ കൊണ്ട് വളരെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. നല്ല സാധാരണ സ്കൂൾ തന്നെയായാലും ബസ് സ്റ്റോപ്പുകളായാലും ചില വഴികളായാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് ലൈവ് വോട്ട് ചോദിച്ചു വരുന്ന ഒരു മുമ്പുള്ള എളിമയും ഇതൊന്നും ജയിച്ചു കഴിയുമ്പോൾ അവർ കാണിക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ അവർ അധികാരത്തിൽ നിന്ന് അവരുടെ അധികാരമാണ്. പിന്നെ ഇത് ഈ വർഷം ഒരുപാട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരുപാട് വികസനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം എന്താ വെച്ചാൽ ഒരുവിധം എനിക്ക് തോന്നുന്നു ഒരു 70% ഫണ്ട് മാക്സിമം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് 2 കക്ഷികളും. എന്തെങ്കിലും ആവശ്യം വരെ വീട്ടിൽ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ജനങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് ഒരുമിച്ച് ഒത്തൊരുമിച്ച് അവരോടത്ത് ചെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താവശ്യമാണെങ്കിലും സാധിച്ച് അവർ തരും. തരാതിരിക്കാൻ അവർക്ക് പറ്റൂല. പഴയ മാരെയൊന്നും തരികിട കാണിച്ചിട്ടൊന്നും രാഷ്ട്രീയക്കാർ അവരെ പോക്കറ്റ് ഉറപ്പിക്കാനൊന്നും നടക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ പോക്കറ്റിലടക്കം മൊബൈൽ ക്യാമറ കൊണ്ടുനടക്കുന്ന കാലഘട്ടമാണ്. ഏതായാലും 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് ജനങ്ങൾക്ക് പ്രയോജനങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷ അഭിപ്രായം. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഷ്റഫ് മുഹമ്മദിനൊപ്പം നിതീഷ് ബാലൻ, മീഡിയ 1.